ഒരടിപൊളി കുക്കർ മത്തി വറ്റിച്ചത് വെച്ചാലോ. അതിനു വേണ്ടി മത്തി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചു. ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പുളി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇതാ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കർ എടുത്തിട്ട് അതിൽ തക്കാളി സവാള അരിഞ്ഞ് വെച്ചത്, പിന്നെ നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുക, ചെറിയുള്ളി അരിഞ്ഞത് വെച്ചതും അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മീതെ മത്തി നമ്മളവിടെ വെച്ചിരുന്ന മത്തി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇടുന്നു. അതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പേസ്റ്റ്. അപ്പോൾ കൂടിയിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മീതെ നമ്മൾ കറിവേപ്പില ഇടണം. കറിവേപ്പില നമുക്കറിയാലോ, ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ വേറെ രുചിയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ എന്ത് ചെയ്യുക, പുളി ഒഴിച്ചു കൊടുക്കുക. പുളി ഇങ്ങനെ അതിൻ്റെ മീതെ ഇങ്ങനെ ചുറ്റും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മീതെ നമ്മൾ പുളി ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് നമുക്കനുസരിച്ച് നമുക്കറിയാം ഏകദേശം വെളിച്ചെണ്ണ എത്രയും അതിനനുസരിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അടിപൊളി കുക്കർ മത്തി വറ്റിച്ചത് റെഡി.